ഭാഗ്യവചനധാര. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം. അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്നു, എൻ്റെ വിധികളെ പ്രമാണിച്ചു ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. എസ്കേൽ 11:19. ഇവിടെ പ്രവാചകനായ എസ്കേൽ പ്രവാസികളായ ഇസ്രായേൽ ജനത്തെ കുറിച്ച് സംസാരിക്കുന്നു. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനാൽ അവരുടെ ഹൃദയം കല്ലുപോലെ കഠിനമായി തീർന്നു. എന്നാൽ ദൈവം തന്റെ കരുണയിൽ അവരെ ഉള്ളിൽ മാറ്റുമെന്ന് വാഗ്ദാനം ചെയ്തു. കല്ലായുള്ള ഹൃദയവും മാംസമായുള്ള ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കല്ലായുള്ള ഹൃദയം കഠിനവും ശാഠ്യമുള്ളതും എതിർക്കുന്നതുമാണ്. അത് ദൈവത്തിന്റെ വഴികൾ മാറ്റാനോ പിന്തുടരാനോ ആഗ്രഹിക്കുന്നില്ല. അത് പലപ്പോഴും അഹങ്കാരം, സ്വാശ്രയത്വം, മത്സരം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. മാംസമായ ഹൃദയം മൃദുവും തുറന്നതും ദൈവത്താൽ രൂപപ്പെടുത്തപ്പെടുവാൻ തയ്യാറുള്ളതുമാണ്. അത് താഴ്മ, സ്നേഹം, അനുസരണം, അവനെ പ്രസാദിപ്പിക്കാനുള്ള ആഗ്രഹം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. നമുക്കെങ്ങനെ ഒരു മാംസമായ ഹൃദയം ലഭിക്കും? ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമുക്കൊരു മാംസമായ ഹൃദയം ലഭിക്കും. ദൈവത്തിലേക്ക് തിരിയുക എന്നത് എല്ലായ്പ്പോഴും എളുപ്പമുള്ള കാര്യമല്ല. പഴയ ശീലങ്ങൾ, തെറ്റായ മനോഭാവങ്ങൾ, പാപകരമായ വഴികൾ എന്നിവ ഉപേക്ഷിക്കുക എന്നാണ് ഇതിനർത്ഥം. നമ്മുടെ പാപങ്ങൾ സത്യസന്ധമായി ഏറ്റുപറയുക, നമ്മുടെ ജീവിതം അവന് സമർപ്പിക്കുക, അനുദിനം നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ അവനെ അനുവദിക്കുക എന്നതൊക്കെയാണ് ഇത് അർത്ഥമാക്കുന്നത്. മാംസമായ ഹൃദയത്തിന്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? സന്തോഷവും സമാധാനവും. നമ്മൾ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നടക്കുമ്പോൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്നു. സ്നേഹവും അനുകമ്പയും. മൃദുവായ ഹൃദയം കരുതലുള്ളതും ദയവുള്ളതും മറ്റുള്ളവരോടുള്ള സ്നേഹത്താൽ നിറഞ്ഞതുമായി മാറുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ വാഗ്ദാനത്തിൽ നമുക്ക് വിശ്വസിക്കാം. അവൻ നമ്മളിലുള്ള എല്ലാ കഠിനമായ സ്ഥലങ്ങളും നീക്കം ചെയ്യുകയും ഏകാഗ്രതയോടുള്ള നമ്മുടെ ഹൃദയത്തെ തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും നന്മയുള്ളൊരു ഹൃദയവും ആശംസിച്ചുകൊണ്ട്, ഒരു നല്ല ദിവസവും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.